ഹായ് മകളെ, പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ്. സോ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, സാധ്യതാ ചോദ്യങ്ങളാണ്. സോ വീഡിയോ മുഴുവനും കാണുക. കുറേയൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. സോ ബാക്കി ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ക്ഷണിക്കുകയാണ്. സൈലം ക്ലാസ് പ്ലസ് ടു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ലൈവുകൾ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത് നിങ്ങൾ ചോദ്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ട കുറേ ചോദ്യങ്ങളാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ 3D എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് നമുക്കറിയാം ലാസ്റ്റത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ ചാപ്റ്റർ ആണ്. ഫൈൻഡ് ദ വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതിന് പാരലൽ വെക്ടറും തന്നിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും തന്നുകൊണ്ട് ഒരു വെക്ടർ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റ് ആണ്, ദാറ്റ് ഈസ് 5i + 2j - 4k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ. ഇത്ര എഴുതിയ ഫുൾ മാർക്കാണ്. അതായത് ഈ കാണുന്നത് എ വെക്ടർ ആണ്, ഈ കാണുന്നത് ബി വെക്ടർ ആണ്. എപ്പോഴും പാരലൽ വെക്ടർ ബി വെക്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ വെക്ടർ തന്നിരിക്കുന്ന ഗിവൺ പോയിന്റ് ആണ്. എന്നാൽ ഇതിന് തന്നെ വെക്ടർ ഇക്വേഷൻ പകരം കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാലോ, x - x1 എന്ന് പറഞ്ഞാൽ 5/a എന്ന് പറഞ്ഞാൽ 3, x - x1 /a. അപ്പോൾ നമ്മൾ പോയിന്റ് നമ്മൾ x1 y1 z1 എന്നും പാരലൽ ലൈനിന്റെ പോയിന്റ് a b c എന്നും പറയും. സോ x - x1/a y - y1/b equal to z - -4/c. സോ -4 പ്ലസ് ആവും. സോ ഇത്ര എഴുതിയ ഫുൾ മാർക്കാണ്. അപ്പോൾ മിക്കവാറും നാളത്തെ ചോദ്യം പോലെ നിങ്ങൾ കാണാൻ പോകുന്ന 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് ഇത് വരികയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഈ കാണുന്ന ആംഗിൾ ബിറ്റ്വീൻ ആയിരിക്കും ചോദിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യം 2 രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന് ഇതുപോലത്തെ 2 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ 2 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, അങ്ങനെ 4 മാർക്ക്. അതല്ല എങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാത്തിരിക്കുക. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ആണ് ചോദിച്ചതെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ 4 മാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ആംഗിൾ ബിറ്റ്വീൻ കാണാം. ആംഗിൾ ബിറ്റ്വീൻ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. cos θ = b1.b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b2. ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് b1.b2? മക്കളെ, b1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡയറക്ഷൻ, ഇതാണ് b1, ഇതാണ് b2, ഇത് a1, ഇത് a2. അത് മാറിപ്പോകരുത്. സോ b1.b2 എന്ന് പറയുമ്പോൾ I മൈനസ്, അതായത് 1 × 2 2 -3 × 3 ദാറ്റ് ഈസ് -10 പ്ലസ് 2 × 1 +2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 1² + 3² + 2². ഞാനിപ്പോൾ നമ്പർ ആയിട്ട് ഇതാണ് 4 9 13 1 14 √14 ഇൻറ്റു രണ്ടാമത് ഇതേപോലെ 2 സ്ക്വയർ 3 സ്ക്വയർ 1 സ്ക്വയർ √14. സോ ആൻസർ എത്ര കിട്ടും? cos θ = 9/14 കിട്ടും, 9/14. സോ θ = cos ഇൻവേഴ്സ് ഓഫ് 9/14. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ 4 മാർക്കിന് ചോദ്യം ഈ രീതിയിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, ഇതേപോലെ കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് നമുക്കറിയാം വെക്ടർ ഇക്വേഷൻ ആണ്. സോ ഇത് x1 y1 z1, ഇത് a b c. സോ ദ ആൻസർ ഈസ് x - x1/a equal to y - y1/b equal to z1 divided by ഇത് +2 അല്ലേ, +2. ഇത്ര ചെയ്താൽ കൺവേർഷൻ കഴിഞ്ഞു. ഇത് ഇതേപോലെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്ത് നോക്കുക. ഐഡിയ ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതേ ചോദ്യം ആംഗിൾ ബിറ്റ്വീൻ കാണാൻ ചോദിക്കാം. ഇതാണ് b1 വെക്ടർ, x1 a b c. ഇതാണ് b2 വെക്ടർ. സോ ഇതേപോലെ b1.b2 ചെയ്ത് നോക്കുക, ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2. സെയിം ഐഡിയ, ഒരു മാറ്റമില്ല, ചെയ്ത് നോക്കുക. ഈ 2 ചോദ്യങ്ങളും അല്ല എങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഏതായിരിക്കും അറിയോ? ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുന്നത്? ഇത്രേ ഉള്ളൂ. എല്ലാവരും എഴുതി വെച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? b1 × b2 ഡോട്ട് a2 - a1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2. ഇത് പഠിക്കാതെ നിങ്ങൾ ഒരാളും പോകരുത്, കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ 4 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ഇതായിരിക്കും വരിക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്ത് തരും? നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ തരും, പക്ഷേ സെയിം ഇക്വേഷൻ ഒരു മാറ്റമില്ല. നിങ്ങൾ ചെയ്യേണ്ട രീതി മാത്രം നോക്കിയാൽ മതി. സോ നമുക്ക് അതിന് ആദ്യമൊക്കെ ഏതൊക്കെ കണ്ടുപിടിക്കണം? ഈ കാണാനാണ് a1, ഇതാണ് a2, ഇതാണ് b1, ഇതാണ് b2. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത പ്രശ്നം കഴിഞ്ഞു. r വെക്ടർ = a + λb.
ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ സ്ക്വയർ മ്യൂ ബി സെയിം. സോ ആദ്യം നമുക്ക് A2 മൈനസ് A1 കാണാം. A2 മൈനസ് A1 കാണുമ്പോൾ എന്ത് കിട്ടണം? A2 നിന്നും A1 കുറയ്ക്കുന്നു. 2 മൈനസ് 1 ദാറ്റ് ഈസ് I. മൈനസ് 1 മൈനസ് 2 മൈനസ് 3. മൈനസ് 1 മൈനസ് 1 മൈനസ് 2. ഇതാണ് A2 മൈനസ് A1. ഇനി നമുക്ക് B1 ക്രോസ് B2 കാണാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു I J K. B1 എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് 1 1. B2 എന്ന് പറഞ്ഞാൽ എന്താ? 2 1 2. ഇതാണ്. ഓക്കെ. സോ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I ഇൻറ്റു മൈനസ് 2 മൈനസ് 1 മൈനസ് 3 മൈനസ് ജെ ഇൻറ്റു ഇത് എപ്പോഴും മൈനസ് ആയിട്ട് വരാം. രണ്ടാമത്തെ എപ്പോഴും മൈനസ് വരാം. മൈനസ് ജെ ഇൻറ്റു നിങ്ങൾക്കറിയാം ഡിറ്റർമിനൻസ് വരാം. 2 മൈനസ് 2 0 പ്ലസ് കെ ഇൻറ്റു 1 മൈനസ് 2 1 പ്ലസ് 2 3. സോ എന്ത് കിട്ടി? മൈനസ് 3i പ്ലസ് 3k. ഓക്കെ. അപ്പോൾ നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ടാവുക. B1 ക്രോസ് B2 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 is equal to വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 18. ഓക്കെ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 3 റൂട്ട് 2 എഴുതാം. റൂട്ട് 9 ഇൻറ്റു 2 ദാറ്റ് ഈസ് 3 റൂട്ട് 2. റൂട്ട് 8 നമുക്ക് റൂട്ട് 9 ഇൻറ്റു 2 എഴുതാം. റൂട്ട് 9 3 ആണ്. സോ 3 റൂട്ട്. ഇനി നമുക്ക് എന്താണ് കഴിക്കണം? B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 മുകൾ ഭാഗം. സോ B1 ക്രോസ് B2 ഡോട്ട് മക്കളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇസ് ഈക്വൽ ടു എന്ത് കിട്ടടാ? B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ സോ 1 ഇൻറ്റു മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 3 മൈനസ് 3 ഇൻറ്റു 0 0 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 6. സോ ദ ആൻസർ ഈസ് മൈനസ് 9 വരും. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് 9 ആണ്. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 ഡിവൈഡ് ബൈ B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡ് ബൈ സോ 9 3 കട്ട് ചെയ്താൽ 3 ബൈ റൂട്ട് 2 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഈ ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ചാപ്റ്ററിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.